വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഷോപ്പിംഗ് ഡേ വ്ളോഗാണ്. സോ അപ്പോൾ നമ്മൾ ഈവനിങ് ഒരു 6 o'clock ആയി. അപ്പോൾ നമ്മൾ 3 പേരും ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ഡേ വ്ളോഗായിരിക്കും നിങ്ങൾ കാണുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് സൂര്യയിലോട്ടാണ്, എരഞ്ഞിപ്പാലം അല്ലേ? യെസ്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് സംഭവങ്ങൾ, അച്ഛനൊരു ഷർട്ട്, അപ്പോൾ എനിക്കൊരു ടോപ്പും ഒരു പാൻറ്റും, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. പിന്നെ അവിടെ എപ്പോഴും സൂര്യയിൽ ഓഫർ ഉണ്ടാവും. നമ്മൾ പോകുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ up to 50 ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അച്ഛനെയും കൂട്ടി പോവാം, മൂന്നാൾക്ക് പോവാം. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, പൈസ ഇല്ലല്ലോ. 3 ആൾക്കും കൂടെ പോയി വരാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈം പോകുന്നത്. നമുക്ക് പോയിട്ട് ഇന്നത്തെ ഓഫർ എന്താണെന്ന് അവിടെ നോക്കാം. അധിക ദിവസങ്ങളിൽ അവിടെ ഓഫേഴ്സ് ഉണ്ടാകുന്നതാണ്. നമുക്ക് പോയിട്ട് അവിടെ എത്തി ഗൈസ്. അപ്പോൾ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്ത് സോ നമ്മുടെ സൂര്യ ബിൽഡിംഗ് എത്തി. സോ ഇനി നമുക്ക് ഉള്ളോട്ട് പോവാം. നല്ലതാണ്, ഇതാണ്ട് അറിയില്ല ഗൈസ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അച്ഛനൊരു ഷർട്ട് വാങ്ങാണ്. അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അച്ഛന് ഷർട്ട് എടുക്കാനാണ് നമ്മൾ കാര്യമായിട്ട് വന്നത്. അപ്പോൾ അച്ഛൻ ആദ്യം വലിയ ഡിമാൻഡ്, വരൂല, ഞാൻ വരുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും എടുത്ത് വന്നാൽ ഇതൊക്കെ. ഇപ്പം നിങ്ങൾ വാ എന്നാൽ ഞാൻ വരാം, ഫസ്റ്റ് ഫ്ലോറിലല്ലേ കേട്ടോ. വരുന്നുണ്ട് ഗൈസ്. അതാ ദൂരത്തിൽ നടന്നു വരുന്നു. അതാ നല്ല കളറാ, എടുത്തോളി. പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ അച്ഛൻ ട്രയൽ നോക്കാണ് സെറ്റാ മതി. ഓ കറക്റ്റാ ഗൈസ്. അപ്പം നമ്മൾ ആ ഷർട്ട് കൺഫേം ചെയ്ത്. അപ്പോൾ അച്ഛൻ്റെത് ഇത്രയും സ്പീഡിൽ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. സാധാരണ ആൺകുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ, പെൺകുട്ടിയൊക്കെയാണല്ലോ കുറച്ചും കൂടെ ഇത്. അപ്പോൾ അതിൻ്റെ ടോക്കൺ വാങ്ങണം. ഇവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഡ്രസ്സ് മേടിക്കുന്ന സമയത്ത്. അപ്പോൾ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയത് ഗൈസ്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളെ ഊഴമാണ് ഗൈസ്. അതിനിപ്പോൾ എത്ര മണിക്ക് കഴിയുമെന്ന് അറിയില്ല. സോ നമുക്ക് 2nd ഫ്ലോറിലാണ് ലേഡീസിൻ്റെ വരുന്നത്. നമ്മൾ അങ്ങോട്ട് സ്റ്റെപ്പ് കയറാണ്, ലിഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട്. അത് പാവാട സൈസ് എത്രയും ഉണ്ടാവില്ല എന്തായാലും. ഇതന്നെയല്ലേ സെയിം ബ്ലൂ ആണ്. നല്ല കണ്ണ് കുത്തുന്ന ടൈപ്സ് ഓഫ് ഡ്രസ്സാണ് തപ്പുന്നു. അപ്പോൾ കഴിച്ച് കഴിക്കും ഇവിടെ എപ്പോഴും കണ്ണ് കുത്തുന്നതന്നെയല്ലേ ഇടുന്നത്. എനിക്ക് ചേരുന്നുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളിത് കമൻറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നാളെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട്. എനിക്കങ്ങനെ ഹെവി ആണ്, ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ. എനിക്കൊരു സാധനം ഇഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ. എല്ലാം എൻ്റെ അടുത്തുള്ള ടൈപ്പ് തന്നെയാണ്. ഇത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഞാൻ തന്നെ എടുക്കും. ഇത് എടുക്കണേ. കളർ ചേഞ്ച് നോക്കണോ? നല്ലുണ്ട്. കളർ ചേഞ്ച് നോക്കണം. വേണ്ട, ഇണക്കൊക്കെ നീല തന്നെയാലേ. അതെല്ലാം മറ്റേ തന്നെ എടുക്കാം. ടൈറ്റ് അല്ല ഇത് കുറച്ച്. ഇതും നല്ലുണ്ട്, നീലയും നല്ലുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എടുത്ത് ബ്ലൂ തന്നെ ചൂസ് ചെയ്ത്. അതാണ് എല്ലാവരും പറഞ്ഞത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ ചൂസ് ചെയ്ത് ഗൈസ്. മെയിനായിട്ടൊരു കറുപ്പ് പലാസോ പാൻറ്റ് എടുക്കാൻ വന്ന ഞാനായിപ്പോൾ ഒരു ടോപ്പും എടുത്ത്. ഞാൻ ഐശ്വര്യം ഓള് വരുമ്പോഴേക്ക് ഇടാൻ വേണ്ടി ഒക്കെ ഒരു ഡ്രസ്സ് വാങ്ങാം. അപ്പം അമ്മ വേണ്ട, ഓൾ ഓൾറെഡി ഇവിടുന്ന് കുറേ ഡ്രസ്സും കൊണ്ടുപോയി, ഇതിന് വാങ്ങണ്ട. ഊഴം കഴിഞ്ഞ് ഇനി അമ്മേൻ്റെ ഊഴാണ് അടുത്തതായിട്ട്. നമുക്ക് നമ്മളൊരു ചുരിദാറിന് സെറ്റ് മേടിക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഷാളും പാൻറ്റും ഒക്കെ അതിലുണ്ടാവില്ല, ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓഫറിൽ വെച്ച് പകുതി റേറ്റിന്റെ വരുന്നുണ്ട്. ഇത് നെറ്റാ ഷോൾ വരിക.
കളറാണ്. ക്ഷമയ്ക്ക് ഈ കളർ ഇല്ല. എപ്പോഴും നീലയും പിങ്കും ഒക്കെ എപ്പോഴും എടുക്കുന്നു. ഈ ഡ്രസ്സിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോയത്. എന്നിട്ട് അമ്മക്ക് ഇതൊന്നും കണ്ടുപിടിക്കാണ്ട് ലാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതേ മക്കളാണ് ഞങ്ങളും തെളിയിച്ചോണ്ടേക്ക്. ഈ കളർ ഞങ്ങൾ കണ്ട നിറമുള്ളതിനെക്കൊണ്ടേ എല്ലാം ഞാൻ സാരിയിൽ ഇഷ്ടമുള്ള എടുത്ത് പോയ എടുക്കല്ലേ. പാന്റിനും കൂടെ കഴിയൂലേ? പാന്റിന്റെ പീസായില് വേറെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പാന്റിനാണ്ട് നടക്കാം. ഗൈസ് അമ്മ ഫൈനലി ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു ഗൈസ്. എല്ലാം അങ്ങോട്ട് നോക്കിയൊക്കെ ഗൈസ് എൻ്റെ അമ്മ എന്നേക്കാൾ അവസ്ഥാനന്തരാണ് ഗൈസ്. ഞാൻ ഇതിലും സ്പീഡിൽ എടുത്ത് ഇതാണെങ്കിൽ ഇന്നെടുത്ത് തീരുമോ എന്നുള്ള അവസ്ഥ. ഞാനൊക്കെ സെക്കൻഡ് കൊണ്ട് പോയി ട്രയൽ ചെയ്ത് 3 ട്രയൽ ചെയ്ത് അതിലൊന്ന് കളർ എടുത്തിട്ട് പോകുന്നത്. അമ്മ ആ ഇപ്പം എടുത്തതും അവിടെ വെച്ച് ഗൈസ്. ഇനി ഫ്ലെയർ നോക്കാതെ എന്ത് ചെയ്യാനാ. എടുത്തോ പറ്റുമെന്ന് പറഞ്ഞില്ല. ഞാൻ ഇട്ട് നോക്കി വരാമെന്ന്. ഗൈസ് ഇത് എനിക്ക് ഓക്കെ ആണോ? ഗൈസ് ഈ ടോപ്പ് രസമുണ്ട് ഗൈസ്. ഗൈസ് ഞാനും ഞാൻ ഈ ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതെടുക്കാം, എനിക്കിഷ്ടമായി. കറക്റ്റ് ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് അധികം ടോപ്പ് എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടോപ്പ് എടുത്ത ഗൈസ് ഞാനാണ്. അമ്മ എടുത്തില്ലല്ലോ. അമ്മ എടുക്കുകയും ചെയ്തില്ല. അമ്മ ഞാനും ഒന്നെടുത്തില്ല. അയ്യോ മറന്നു ഗൈസ്. ഒരു ടോപ്പ് അമ്മ എടുത്ത്, ബാക്കി കൂടുതൽ ഞാനാണ് എടുത്തത് ഗൈസ്. അപ്പോൾ ഈ എടുത്ത ടോപ്പുകളൊക്കെ നമ്മൾ വരും ദിനങ്ങളിൽ നമ്മുടെ വ്ളോഗിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. സോ നമുക്കിനി വേഗം പോയി ബില്ല് ചെയ്യാം. കാരണം ബില്ലിങ് ലേറ്റായി കഴിഞ്ഞാൽ അച്ഛൻ കാത്തുനിന്ന് പോസ്റ്റാണ്. രണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഓട്ടോറിക്ഷ കയറി വേറൊരു സ്ഥലത്ത് പോകാണ്ട്. അപ്പോൾ അവിടേക്കുള്ള വ്ളോഗൊക്കെ കാണിച്ചു തരാം ഗൈസ്. അമ്മേ ഗൈസ് അങ്ങനെ നമ്മൾ മൈജിയിൽ കയറിയിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതെന്നെ കണ്ണങ്കണ്ടിയിൽ ഗൈസ് നമ്മൾ 1-2 ഇലക്ട്രിക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ച് വന്നു കഴിഞ്ഞു. ഇവിടെ ഇല്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാതിരിക്കാം ഗൈസ്. ഓൾമോസ്റ്റ് കുറേ പേര് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു നമ്മളെ വ്ളോഗിൽ സൗണ്ട് കുറവാണെന്നുള്ളത്. ആക്ച്വലി എൻ്റെ വീട്ടിൽ ഒരുപാട് മൈക്ക് ഉണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയി കളയും. ഇതിൻ്റെ ഓപ്പോസിറ്റ് അമ്മ എപ്പോഴും പറയും വെറുതെ മൈക്ക് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് മൈക്ക് മേടിക്കാൻ വേണ്ടി വന്നത് ധർമ്മ മൊബൈൽ ഷോപ്പിലാണ്. ഇവിടെ പുതിയ സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മൈക്ക് മേടിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് മാത്രമാണ് ഗൈസ് നമ്മളിന്ന് മൈക്ക് വാങ്ങാൻ പോകുന്നത്. മൈക്ക് ഷോപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു ഷോപ്പിൽ ബിരിയാണി കഴിക്കാനാണ് കയറി. ഇവിടെ നല്ല ഫേമസ് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കാം. ബിരിയാണി കാരണം എപ്പം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ബിരിയാണി തീർന്ന ഗൈസ്. അത്രയും അടിപൊളി ബിരിയാണിയാണ് ഇവിടെ. നമ്മളെ കോയാറോടാണ് സ്കൂളിൽ. ഇപ്പം നമുക്ക് ആ വാർത്ത കേൾക്കാം ബിരിയാണി തീർന്നു എന്ന്. കാരണം എപ്പോൾ വന്നാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാം ആള് വരുന്നുണ്ട്. ബിരിയാണി പോയി ഗൈസ്. അപ്പോൾ ഇവിടെ ബിരിയാണി തീർന്നത് കാരണം ഇവർ നമുക്ക് ബിരിയാണി റൈസും പിന്നെ പ്ലസ് ചിക്കൻ ഫ്രൈയും പറഞ്ഞു അതും തരാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ കഴിക്കാം.
അമ്മ ബിരിയാണി തിന്നൂലെന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ്. ഞങ്ങൾ ബിരിയാണി, അമ്മ പൊറോട്ട. അമ്മക്ക് സുഖമില്ലാത്തതിനാൽ അമ്മ പൊറോട്ട എന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. എഴുക്ക് വേണ്ട, ഞങ്ങളെ നോക്കിക്കരുത് കേട്ടോ. റൈസ് ബിരിയാണി റൈസ് എന്നത് വേണ്ട കറികളുണ്ടാവും. ഗൈസ് കഴിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇതാണ് നമ്മൾ